തിരൂരങ്ങാടിയുടെ അക്ഷരപുത്രി കെ.വി. റാബിയയ്ക്ക് വിട ചൊല്ലാൻ നാട് ഒഴുകിയെത്തി. തിരൂരങ്ങാടി PSMO കോളേജിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി വി. അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. റാബിയയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം തിരൂരങ്ങാടി നടുവിലെ പള്ളിയിൽ ഖബറടക്കും. ഇന്ന് രാവിലെയായിരുന്നു റാബിയയുടെ അന്ത്യം. മാനസ സിൽക്സ് ആൻഡ് സാരീസ്, മെയിൻ റോഡ്, ചെമ്മാട്. സാമൂഹ്യ സേവന രംഗത്തും സാക്ഷരതാ രംഗത്തും തിരൂരങ്ങാടിക്ക് വെളിച്ചമായിരുന്ന പത്മശ്രീ കെ.വി. റാബിയയ്ക്ക് വിട ചൊല്ലുകയാണ് നാട്. റാബിയയുടെ മൃതദേഹം തിരൂരങ്ങാടി PSMO കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ തിരൂരങ്ങാടി PSMO കോളേജിലെത്തി മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി വി. അബ്ദുറഹ്മാൻ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന റാബിയയുടെ വേർപാട് വേറെ വേദനയുണ്ടാക്കുന്നതാണെന്നും ശാരീരിക വെല്ലുവിളികളിലും തളരാതെ നാടിന്റെ നന്മയ്ക്കായി ജീവിച്ച മഹത് വ്യക്തിത്വമായിരുന്നു റാബിയയെന്നും മന്ത്രി അനുസ്മരിച്ചു. ആളുകൾക്കൊരു പാഠമാണ്. അക്ഷരാവസ്ഥാനത്തിലൂടെ കേരളത്തിലെ ജനമനസ്സിൽ ഇടപെട്ട സാമൂഹിക പ്രതിബദ്ധതയെന്ന് നിരവധി കാര്യങ്ങൾക്ക് പലപ്പോഴും തൻ്റെ ശാരീരിക വിഷയം മറന്നു വെച്ചുകൊണ്ട് തിരൂരങ്ങാടി MLA KP A മജീദ്, മുൻ MLA PK അബ്ദുറബ്, നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, തിരൂരങ്ങാടി തഹസിൽദാർ സാദിഖ്, CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ എന്നിവർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നമ്മുടെ ജില്ലയുടെ ഒരു അഭിമാനമായി മാറിയ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റാബിയ. അവരാണ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ ജില്ല മാതൃകാപരമായി രാജ്യത്തിൻ്റെ മുന്നിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് മാതൃകയാവുന്ന രൂപത്തിൽ ഈ ജില്ലയുടെ മതനിരപേക്ഷ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും എല്ലാം ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുള്ള നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി പ്രതീകമാണ് റാബിയ. അവരാണ് വിട പറഞ്ഞിരിക്കുന്നത്. ഈ വിടപറയിൽ CPIM അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുകയാണ്. ജില്ലാ കളക്ടർക്ക് വേണ്ടി ADM NM മെഹ്റലി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ മമ്പുറം മഖാമിന് സമീപത്തെ KV റാബിയയുടെ മൂത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു അന്ത്യം. മരണസമയം ബന്ധുക്കൾ ഒപ്പമുണ്ടായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചതിനാൽ കഴിഞ്ഞ മാസം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 1 മാസത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇന്നലെയാണ് റാബിയയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെ മരണം സംഭവിച്ചു. 59 വയസ്സായിരുന്നു. 1966 ഫെബ്രുവരി 25-ന് തിരൂരങ്ങാടി വെള്ളിലക്കാട്ട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമ്മയുടെയും മകളായി ജനനം. ജന്മനാ കാലിന് വൈകല്യമുണ്ടായിരുന്ന റാബിയ 14-ാം വയസ്സിൽ കാലുകൾ പൂർണ്ണമായും നിശ്ചലമായി പരസഹായത്തിലായി ജീവിതം. എന്നിട്ടും തളരാതെ സാക്ഷരതാ പ്രവർത്തകയായി 1996-ൽ അരങ്ങേറിയതാണ് റാബിയയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. സകല പ്രതിസന്ധികളെയും മറികടന്ന സാമൂഹ്യ പ്രവർത്തനത്തിന് 2022-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആത്മകഥയുൾപ്പെടെ 4 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള വിഷൻ, തിരൂരങ്ങാടി.